ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നൊരു ഓഫ് ഡേ മോർണിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ എണീറ്റ് ഇപ്പോൾ ഓഫുള്ള ഡേയ്സ് ആകുമ്പോഴും രാവിലെ തന്നെ എണീക്കും കേട്ടോ. അത് എന്താണെന്നറിയില്ല, കറക്റ്റ് ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കും. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിക്കാമെന്ന്. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു 2 മുട്ടയും കൂടെ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ മുട്ട എടുക്കുമ്പോൾ ഒരു മുട്ട അത് ഇങ്ങനെ പ്രസ്സായിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ അത് ഞാൻ എടുത്ത് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊട്ടിപ്പോയതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനത് എടുത്ത് സെപ്പറേറ്റ് മാറ്റി അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ മുട്ട അവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ പാത്രം വന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്ന ടൈമിൽ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, ഇഡ്ഡലി പാത്രമായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ചെറിയ സൈസിലുള്ള വെയിറ്റ് നോക്കിയിട്ട്, വെയിറ്റ് കുറഞ്ഞ പാത്രം നോക്കി എടുത്തതാണ്. പക്ഷേ ആ പാത്രം വന്നിട്ട് അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാലും ഈ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ എനിക്കത്ര യൂസ്ഫുള്ളായിട്ട് ഇത് തോന്നിയിട്ടില്ല. എന്നാലും ഞാൻ ഇടിയപ്പമൊക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പിന്നെ ഇഡ്ഡലി ഞാൻ അധികം ഉണ്ടാക്കാറില്ല. അങ്ങനെ മുട്ട അവിക്കാൻ വേണ്ടി നേരെ അതിലേക്ക് വെച്ചു. എന്നിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് പാലെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഫ്രിഡ്ജിൽ പോയി പാലെടുത്തുകൊണ്ട് വന്ന് ചായക്ക് വയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും അത് കയ്യോടെ തന്നെ അപ്പോഴും തന്നെ ക്ലീൻ ചെയ്ത് അത് മാറ്റി വച്ചില്ലെങ്കിൽ പിന്നെ അത് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. എന്തെങ്കിലും ചെയ്യുന്നത് കാര്യം നമ്മൾ അപ്പം തന്നെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തം മുട്ട എടുത്ത് മാറ്റിയെങ്കിൽ അതിനകത്ത് കുറച്ച് പൊട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം നന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്തു. ഞാൻ വിചാരിച്ചു അത് പിന്നെ എടുത്ത് എല്ലാം മാറ്റി വയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ചായ ഇടാൻ വേണ്ടിയിട്ട് നേരെ പോയി പാലെടുത്തുകൊണ്ട് വന്ന് ചായക്ക് വയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഉറക്കത്തിൻ്റെ അല്ല, ഒരു ക്ഷീണം ഉണ്ടല്ലോ, അതാണ് എൻ്റെ മുഖത്തുള്ളത് കേട്ടോ. അപ്പോൾ ശരത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ശരത്ത് പറയുന്നത് നിൻ്റെ മുഖം മൊത്തം ഒരുമാതിരി നല്ല ചിരിക്കാത്ത പോലെ ഇരിപ്പുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ ഉറക്കത്തിൻ്റെ ആ ഇതാണ് കേട്ടോ മുഖത്തിൽ കാണാമെന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ആ ചായയോടൊപ്പം തന്നെ കൈയോടെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഓഫുള്ള ഡേയ്സിലാണ് കേട്ടോ എന്തെങ്കിലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നത്. ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം അധികവും രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഒരു മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്സോ അങ്ങനെ എന്തെങ്കിലും മാത്രം ചിലപ്പം കഴിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തിയും കിഴങ്ങറിയും ഉണ്ടാക്കാമെന്ന്. ശരത്തിന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി കുഴയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ചായക്ക് അടുപ്പിൽ വെച്ച സമയം കൊണ്ട് തന്നെ ചപ്പാത്തിക്കും കുഴയ്ക്കാമെന്ന് വെച്ചു. അപ്പം ചപ്പാത്തിക്ക് ഇങ്ങനെ ഞാൻ കെട്ടുന്ന ബാൻഡായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ തലയിൽ കെട്ടുന്ന ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ. ഞാനിതുപോലെ എന്തെങ്കിലും പാക്കറ്റിലൊക്കെ കെട്ടി വെക്കണമെങ്കിൽ ഇനിയൊന്നും റബ്ബർ ബാൻഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ തലയിൽ കെട്ടുന്ന ബണ്ണാണ് ചിലപ്പോൾ കെട്ടി വെക്കുന്നത് കേട്ടോ. അപ്പോഴാണ് രാവിലെ എണീറ്റിട്ട് വെള്ളം കുടിച്ചില്ല എന്ന് ഓർത്തത്. അപ്പോൾ കൈയോടെ തന്നെ 2 ഗ്ലാസ് വെള്ളം അപ്പോഴന്നെ കുടിച്ചു. എന്നിട്ട് ചപ്പാത്തിക്കും ഞാൻ കുഴച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് ഞാനങ്ങനെ ചപ്പാത്തി അധികം ഉണ്ടാക്കി എനിക്ക് വലിയ പരിചയമില്ല. വല്ലപ്പോഴും ആണ് കേട്ടോ ഉണ്ടാക്കാറുള്ളൂ. അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അമ്മയോ അല്ലെങ്കിൽ ചേച്ചിയൊക്കെ ആയിരിക്കും കൂടുതലും ചപ്പാത്തി ഉണ്ടാക്കുന്നതും പരത്തുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന ശേഷം, അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ കൂടുതലും ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴയ്ക്കുന്നത് പിന്നെയും കുഴയ്ക്കാം, പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ചായക്ക് കൂടെ ഫ്ലേവറിനായിട്ട് 2-3 ഏലക്കയും കൂടെ പൊട്ടിച്ചിട്ടു കേട്ടോ. അപ്പം ചായപ്പൊടിക്ക് പകരം ടീ ബാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് മുട്ട വെന്തു. അങ്ങനെ മുട്ട മാറ്റി വെച്ചിട്ട് ജസ്റ്റ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് മാറ്റി വെച്ചു കേട്ടോ. തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിരുന്നാൽ നമുക്കത് പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മുട്ടയ്ക്ക് എടുത്ത് വെച്ച ശേഷം ഞാൻ വിചാരിച്ചു നമുക്ക് കറിക്കായിട്ട് സെറ്റ് ചെയ്യാമെന്ന്. ആ സമയത്തേക്കും പാല് തിളച്ച് കേട്ടോ. അപ്പോൾ പാല് തിളച്ച് തേയില പൊടി കുറച്ച് നേരം ടീ ബാഗ് ആയതുകൊണ്ട് അതൊന്ന് പിടിക്കണമല്ലോ. അപ്പോൾ കുറച്ച് നേരം അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കട്ടിങ്ങിൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ശരത്ത് തന്നെയാണ് കേട്ടോ. സവാളയൊക്കെ നിമിഷ നേരം കൊണ്ട് കട്ട് ചെയ്ത് തരും. പക്ഷേ എന്നാലും എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്യാം, സവാള ചേട്ടൻ കട്ട് ചെയ്തോന്ന് ഞാൻ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ പീലർ വെച്ചിട്ട് ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് സവാള നല്ല കുഞ്ഞായിട്ട് ഞാൻ തന്നെ അരിഞ്ഞെടുത്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു മൺചട്ടിയിൽ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാമെന്ന് കേട്ടോ. സാധാരണ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, മീൻ കറിയുമാണ് മൺചട്ടിയിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി
വെറൈറ്റിക്ക് വെജിറ്റബിൾ കറി എന്ത് ചെയ്യാന്ന് വെച്ചു, ചട്ടിയിൽ വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ചായ പാത്രത്തിലോട്ട് അരിച്ചെടുത്തപ്പോഴത്തേക്കും ആ പാത്രത്തിൻ്റെ ഇതുകൊണ്ട് ഫുള്ളും ഇങ്ങനെ ഒഴിക്കുമ്പോൾ മിക്കവാറും എനിക്ക് ഈ അബദ്ധം പറ്റാറുണ്ട് കേട്ടോ. എന്തായാലും ഒരു ഗ്ലാസ്സിനുള്ള ചായ മിക്കവാറും തറയെ പോകാറുണ്ട്. അപ്പോൾ 2 പേർക്ക് കണക്കാക്കി ഒഴിച്ച ചായയിൽ കണ്ടോ കുറച്ച് കുറവുണ്ട്, കാരണം അത് അത്രയും താഴോട്ട് പോയി. അപ്പോൾ ഞാൻ എനിക്ക് ചായ നല്ല ആറ്റി എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. നല്ല അടിച്ച് നല്ല പതഞ്ഞിരിക്കുന്ന ചായയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഈ 2 ഇങ്ങനെ മൂക്കും കണ്ണൊക്കെ ഉള്ള കപ്പാണ് കേട്ടോ. എൻ്റെ ഇതിൽ 3 ഉണ്ടായിരുന്നു, സ്മൈലിയുടേത്, ആംഗ്രിയുടേത്, പിന്നെ നോർമലായിട്ടുള്ളത്. പക്ഷേ സ്മൈലിയുടെ കപ്പാണെങ്കിൽ പിടി പൊട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ചായ ഇട്ട്, അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കാമെന്നും വെച്ച്. അപ്പം ഉള്ളി വഴറ്റുന്ന സമയം കുറച്ച് സമയം ഉണ്ടല്ലോ, ആ സമയം ചായയും കുടിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഇതാക്കുന്ന സമയത്ത് ശരത്ത് സവാളയെല്ലാം കട്ട് ചെയ്ത് തന്ന കേട്ടോ. ഞാൻ ഈ കുക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടുതലും നോക്കുന്നതെല്ലാം ശരത്താണ് കേട്ടോ. ശരത്തിന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഞാൻ പറയും ഞാൻ ചെയ്യാമെന്ന്, പക്ഷെ കൂടുതലും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാനും ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ, ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ കൂടുതൽ ഇഷ്ടം ശരത്തിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് വഴറ്റി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ചായ ഇന്ന് സമാധാനത്തിൽ ഇരുന്ന് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിതെല്ലാം വഴറ്റിയിട്ട് ഞാൻ മാറിയിരിക്കാം, ബാക്കി മസാല ഐറ്റംസ് എല്ലാം ഇട്ടോളാൻ പറഞ്ഞു. തക്കാളിയും ഉരുളക്കിഴങ്ങും അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ ഒരു കുപ്പി നമ്മൾ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയം നമുക്ക് വേണ്ടല്ലോ, ആ സമയം പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ എളുപ്പം. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ കൂടെ ഇട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് സംഭവം നന്നായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ശരത്ത് ബാക്കി മസാല ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനല്ല മസാല ഐറ്റംസ് ഇട്ടത്, ശരത്താണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഏതൊക്കെയാണ് ഇട്ടതെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് മൊത്തം ശരത്തിനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മൺചട്ടിക്ക് അടച്ചു വയ്ക്കാനുള്ള അടപ്പില്ല കേട്ടോ. അതിൻ്റെ എൻ്റെ ഒരു ഗ്ലാസ് അടപ്പുണ്ടായിരുന്നത് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാനൊരു പാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ കറി സെറ്റായി വന്നപ്പോഴത്തേക്കും ചപ്പാത്തി പരത്താമെന്ന് വെച്ചു. എൻ്റെ ചപ്പാത്തി പരത്തുന്നതൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ചപ്പാത്തി എന്താ പറയുക, തുടക്കത്തിൽ ചിലപ്പോൾ ശരി റൗണ്ടായിട്ടൊക്കെ വന്നാലും പിന്നെ അത് പരത്തി വരുമ്പോൾ അമീബ കണക്ക് പോകും കേട്ടോ. ഞാൻ പണ്ടേ എൻ്റെ ചപ്പാത്തി അമീബ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഞാൻ കുഴയ്ക്കുന്നതിൻ്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല, സത്യം പറഞ്ഞാൽ പരത്താൻ അറിയില്ല, അതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പരത്തുന്നുണ്ടെങ്കിലും ചപ്പാത്തി ഫുള്ള് ചുട്ടെടുക്കുന്നത് ശരത്താണ് കേട്ടോ. ഞാനിപ്പം എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് ശരത്തായതുകൊണ്ടാണ് ശരത്തിനെ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ഫുഡും കൂടെ കഴിച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം നേരത്തെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്.